നമ്മളുടെ അടുത്ത് വരുന്ന മെജോറിറ്റി ഓഫ് ക്ലയൻറ്റ്സ് വിചാരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് PR സെക്യൂർ ചെയ്യാമെന്നാണ്. പക്ഷേ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നത് ഒരു പോയിന്റ് ബേസ് സിസ്റ്റത്തിലാണ്. നമ്മൾക്ക് മതിയായ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള പോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് PR കിട്ടൽ ഇമ്പോസിബിൾ ആണ്. നമ്മൾക്ക് ഇന്ന് ഒരു ലോ സ്കോർ പ്രൊഫൈൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ അതിൻ്റെ സ്കോർസ് ഇപ്പോൾ എങ്ങനെയാണെന്നും എന്തൊക്കെ വേസിൽ അവർക്ക് പോയിന്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്ലയൻറ്റിൻ്റെ ആണ്, നമ്മളുടെ തന്നെ വന്നൊരു ക്ലയൻറ്റിൻ്റെ ആണ്. സോ ആ ക്ലയൻറ്റിന് 34 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് ഉള്ളത്. ആൻഡ് അദ്ദേഹത്തിന് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ടെക്നീഷ്യൻ സൂപ്പർവൈസറി ലെവലിലൊക്കെയാണ് ആൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആൾ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരാളാണ്. സോ അദ്ദേഹത്തിൻ്റെ പോയിന്റ്സ് നമ്മൾ ബ്രേക്ക് ഡൗൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീ ഫാക്ടേഴ്സ് ആയ ഏജിന് ആൾക്ക് 38 ഇയേഴ്സ് ഓഫ് ഏജ് ആയതുകൊണ്ട് 25 പോയിന്റ്സ് ആണ് ഉള്ളത്. ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്ലോമ ആയതുകൊണ്ട് 10 പോയിന്റ്സ് ഉള്ളൂ. എക്സ്പീരിയൻസ് നമുക്കൊരു 7 ഇയേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഒരു 10 പോയിന്റ്സ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് കണക്കാക്കാം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അദ്ദേഹത്തിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള സ്കോർ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഇംഗ്ലീഷിന് പോയിന്റ്സ് ഒന്നുമില്ല, 0 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ്സ് വരുന്നത് ഒരു 45 പോയിന്റ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ PR എലിജിബിലിറ്റിയിൽ പോയിന്റ്സ് വേണ്ടത് മിനിമം 65 പോയിന്റ്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് പോലും വരുന്നില്ല. അപ്പോൾ 45 നിന്ന് അദ്ദേഹം ഒരു 20 പോയിന്റ്സും കൂടി കൂടുതലായിട്ട് അയാൾ വാങ്ങിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ്സ് അവിടെ ഇംപ്രൂവ് ആവുള്ളൂ. സോ വേറൊരു 10 പോയിന്റ്സ് നമ്മൾ വരുന്നത്, നമ്മൾ സിംഗിൾ ആണെങ്കിൽ നമുക്കൊരു 10 പോയിന്റ് കിട്ടും. ഇനി അല്ല അദ്ദേഹം മാരീഡ് ആണെങ്കിൽ ആ 10 പോയിന്റ്സ് അദ്ദേഹത്തിന് കിട്ടില്ല. സ്റ്റിൽ ഹി വിൽ ബി ഇൻ ദ 45 പോയിന്റ്സ് ലിമിറ്റ്. സോ അദ്ദേഹം ഇനി മാരീഡ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇംഗ്ലീഷിലെ ഒരു കോമ്പറ്റൻസ് സ്കോറും അതേപോലെ വേറൊരു 5 പോയിന്റ്സ് അദ്ദേഹം സ്കിൽ അസസ്മെൻറ്റ് വൈഫ് ചെയ്യുവാണെങ്കിൽ വേറൊരു 5 പോയിന്റും, അങ്ങനെയാണ് ആ 10 പോയിന്റ്സ് മാരീഡ് ആണെങ്കിൽ കിട്ടുന്നത്. പിന്നെ വേറൊരു 10 പോയിന്റ്സ് അദ്ദേഹത്തിന് എയിം ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ഈ കോമ്പറ്റൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് സ്കോർ ആയതുകൊണ്ടിട്ട് അദ്ദേഹം ഒരു പ്രൊഫഷൻ ലെവൽ സ്കോറോ അല്ലെങ്കിൽ സുപ്പീരിയർ ലെവലോ സ്കോറോ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷൻ്റെ ആണെങ്കിൽ 10 പോയിന്റും സുപ്പീരിയർ ആണെങ്കിൽ 20 പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ 10 പോയിന്റ്സ് അവിടെ കിട്ടും. മാരീഡ് ആണെങ്കിൽ വൈഫിൻ്റെ 5 പോയിന്റ് വെച്ച് കിട്ടും. അങ്ങനെ വരുമ്പോൾ 65 പോയിന്റ്സ് അദ്ദേഹം അറ്റൈൻ ചെയ്തു. പക്ഷേ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്ത ഒരാൾക്ക് 65 പോയിന്റ്സ് വരുവാണെങ്കിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു സ്കിൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റ് പേഴ്സൺ പോലുള്ള സ്കിൽ അസസ്മെൻറ്റ് ആയിരിക്കും. പക്ഷേ വെറും ഒരു 65 പോയിന്റ്സ് കൊണ്ട് അദ്ദേഹത്തിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ പറ്റുന്ന വേറൊരു കാര്യം, 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ക്ലയൻറ്റിനുള്ളത്. അത് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8 ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 5 പോയിന്റ് അദ്ദേഹത്തിന് പിന്നെയും കൂടും. പിന്നെ വേറൊരു ഓപ്ഷൻ, നാറ്റി എക്സാം എഴുതുവാണെങ്കിൽ വേറൊരു 5 പോയിന്റ്സ് അവിടെ കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അദ്ദേഹം ഇപ്പോൾ 70 to 80 പോയിന്റ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 70 to 80 പോയിന്റ്സ് ഒരു നല്ലൊരു പോയിന്റ്സിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റ് പേഴ്സൺ ഒക്കെ ഈസി ആയിട്ട് ഇൻവിറ്റേഷൻസ് വരുന്ന ഒരു പോയിന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്താണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് നമ്മുടെ PR പാത്വേ ഈസി ആയിരിക്കും. അല്ലാതെ നമുക്കിപ്പം 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ, എനിക്ക് ഈസി ആയിട്ട് PR കിട്ടും, അങ്ങനത്തെ ഒരു ഫോൾസ് തിങ്കിങ്ങിൽ നിങ്ങൾ PRലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ പോയിന്റ്സ് ഇപ്പോഴത്തെ കറണ്ട് പോയിന്റ്സ് എങ്ങനെയാണെന്നും നമുക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ മൂവിങ് ഓൺ നമുക്ക് എത്ര പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്യാൻ പറ്റുന്നതെന്നും തിങ്ക് ചെയ്താൽ, അങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ PR ജേർണി ഈസി ആയിട്ട് പോകുള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈ സ്കോർ പ്രൊഫൈലാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.